ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. PYQ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ 1 സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2 EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3 സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4 ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയിട്ട് ഇതിലേക്ക് വരാം. തിരുവിതാംകൂറിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. അപ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കുക. സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ, അതായത് 1924 മാർച്ച് 30 ആരംഭിച്ചത്. അന്ന് ശ്രീ മൂലം തിരുനാളായിരുന്നു രാജാവായിരുന്നത്. എന്നാൽ ഇത് അവസാനിക്കുന്ന സമയത്ത് റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇന്ത്യയിൽ ഐത്തോച്ചാടനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അതായത് നിന്നത് എത്ര ദിവസമായിരുന്നു? 603 ദിവസമാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. 603 ദിവസം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പം മന്നത്ത് പത്മനാഭൻ എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. ഇത് എപ്പോഴും ഒന്ന് തിരിഞ്ഞു പോണതാണേ. അപ്പോൾ മധുരയിൽ നിന്ന് വൈക്കത്തേക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ EV രാമസ്വാമി നായ്ക്കറും, എന്നാൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭനുമാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ വർഷം എന്നാണ്? 1924 മാർച്ച് 30 അവസാനിച്ചത് എന്നാണ്? അടുത്ത വർഷമാണ് 25 നവംബർ 23 ഇത് അവസാനിച്ചത്. സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നത് T രാഘവയ്യയാണ്. അവസാനിക്കുമ്പോൾ ആരായിരുന്നു? ME വാട്സ് ആണ്. അപ്പോൾ ആരംഭിക്കുമ്പോൾ ആരായിരുന്നു? രാഘവയ്യ. അവസാനിക്കുമ്പോൾ ആരാണ്? വാട്സ് ആണ്. ഇതൊക്കെ ഒരുപാട് പേർക്ക് തിരിഞ്ഞു പോണതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ 1 എന്തായിരുന്നു? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. ആണോ? സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ 1 ശരിയാണ്. 2 EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയല്ലേ? EV രാമസ്വാമി നായ്ക്കർ എന്ത് ചെയ്തിരുന്നു? സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. 3 സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയല്ലേ? അവസാനിക്കുമ്പോൾ ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു അല്ലേ? ആരംഭിക്കുമ്പോൾ ആരായിരുന്നു? ശ്രീ മൂലം തിരുനാളും ആയിരുന്നു. ഇനി 4ാമത്തെ ഓപ്ഷൻ ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതൊന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നതാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നോ സത്യാഗ്രഹികളുടെ ആവശ്യം? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ആവശ്യം. അപ്പം അതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പം എല്ലാവരും എല്ലാം ശരിയെന്നുള്ളത് ആയിരിക്കും നോക്കുന്നത്, പക്ഷെ അതല്ല. 1, 2, 3 മാത്രമാണ് ശരി കേട്ടോ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ മറ്റൊരു PYQ റിലേറ്റഡ് ഫാക്ട്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. താങ്ക്